പകലിൽ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വളരെ ഭാരത്തോടെ വിഷമത്തോടെ എല്ലാവരും ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അറിയാമേ വളരെ വിഷമത്തോടെ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കരമുയർത്തി എല്ലാവരും സന്തോഷമുള്ള മുഖത്തോടെ കർത്താവിനെ സ്തുതിക്കാം. അവയെ നമുക്ക് വായിക്കാം. 40-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. സങ്കീർത്തനം 40 1-2 വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ, ചില മിനിറ്റുകൾ അകരം തുറന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയായിട്ട് അഭിഷേകം പ്രാപിച്ച പ്രിയപ്പെട്ടവർ എല്ലാവരും ചില മിനിറ്റുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. ഇന്നു പകലിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്നു പകലിൽ ഈ വചനത്തിന്റെ അകത്തുകൂടി ഇതിനകത്ത് വ്യാപരിക്കുവാൻ ഇന്നു പകൽ അതരം തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ചില മിനിറ്റുകൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആരും അശ്രദ്ധമായിരിക്കരുത്. ഇന്നു പകൽ അതരം തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. അന്തരീക്ഷങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അവകാശങ്ങളും, എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തെ വിട്ടുമാറത്തക്കവണ്ണം ഇന്നു പകൽ ഇതിനകത്ത് സ്തുതി ഉയരട്ടെ. ഇന്നു പകൽ ഇതിനകത്ത് സ്തോത്രം ഉയരട്ടെ. ഇന്നു പകൽ ഇതിനകത്ത് അഭിഷേകം ചലിക്കട്ടെ. ഇന്നു പകൽ കൃപ ലഭിച്ച ദൈവമക്കൾ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് ഇന്നു പകൽ സംസാരിക്കണം. അങ്ങ് ഞങ്ങളോട് ഇന്നു പകൽ ഇടപെടണം. കർത്താവേ, ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവ സാന്നിധ്യം, ഇതുവരെ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവിക വിടുതൽ, ഇതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത ദൈവിക സന്തോഷം, ഇതുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത ദൈവിക സമാധാനം, സ്വർഗം ഞങ്ങളുടെ മേൽ കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വെളിപ്പാടുകളെ ആത്മാവി പകൽ തുറക്കണം. വിടുതലുകളെ തടയുന്ന, ആരാധനയെ തടയുന്ന, വചനത്തിന്റെ വെളിപ്പാടുകളെ തടയുന്ന, ദൂതുകളെ തടയുന്ന, ശുശ്രൂഷകൾക്ക് വിരോധമായി ചലിക്കുന്ന എല്ലാ പൈശാചിക അവകാശങ്ങളെയും, എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും, എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അതിനെ ആത്മാവിൽ വെക്കുകയാണ്. ചില പൈശാചിക ഉറവിടങ്ങൾ, ചില പൈശാചിക ശക്തികൾ ഓടി മാറത്തക്കവല്ലോ. ഇതുപോലെ അങ്ങനെ ചില വിടുകൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കുന്നവരല്ലേ നമ്മൾ അറിയുക. ഇന്നു പകൽ ഇസ്രായേൽ മക്കൾ ആർപ്പിട്ടപ്പോൾ അവരുടെ വാഗ്ദത്തത്തിനും അവരുടെ മേലുള്ള ദൈവിക പദ്ധതികൾക്കും വിരോധമായി ഉയർന്നു നിന്ന യെരിഹോ അവരുടെ മുൻപിൽ ഇടിഞ്ഞു വീണതുപോലെ ഇന്നു പകൽ കർത്താവെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ ഇതിനകത്ത് വിളിച്ചു പറയുമ്പോൾ, കർത്താവെ, ദൈവിക വാഗ്ദത്തങ്ങൾക്കും ദൈവിക പദ്ധതികൾക്കും ദൈവിക ഉദ്ദേശങ്ങൾക്കും വിരോധമായി ഞങ്ങൾക്കെതിരെ ചലിക്കുന്ന, ദേശത്തിനകത്ത് വാഴുന്ന ചില അന്യാരാധന ശക്തികൾ ഇന്നു പകൽ യേശുവിന്റെ നാമത്തിൽ അതിന്റെ അടിത്തറകൾ ഇളകി തുടങ്ങട്ടെ, അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി തുടങ്ങട്ടെ. ഇനിയും വാദിക്കാൻ കഴിയാതെ യേശുവിന്റെ നാമത്തിൽ ഇനിയും ജനത്തോടും സഭയോടും ദൈവദാസന്മാരോടും കുടുംബങ്ങളോടും വാദിക്കാൻ കഴിയാതെ
എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചു. ഇന്നു പകലിൽ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും. ശത്രു പലപ്പോഴും നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങളോട് നമ്മൾ പ്രാപിക്കേണ്ട നന്മകളോട് വാദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആമേൻ. പക്ഷെ ഇന്നു പകലിൽ ഈ പ്രാരംഭത്തിങ്കൾ ഞാൻ ആത്മാവിൽ പറയാം, ഇനി നിന്റെ വിഷയങ്ങൾക്കകത്ത് ദൈവത്തോട് വാദിക്കാൻ ശത്രുവിന് കഴിയുകയാണ്. ആമേൻ പറഞ്ഞു. അവൻ പല വിഷയങ്ങൾക്കകത്തും നിന്റെ നന്മകൾ നിന്റെ കയ്യിൽ വരേണ്ടപ്പോൾ, നീ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ, നീ കയറേണ്ട ദൈവിക പദ്ധതികൾ ഇതിനകത്തേക്ക് നിന്നെ കയറ്റാതെ പലപ്പോഴും നിന്റെ കുറവുകൾ വെച്ച, പലപ്പോഴും നിന്റെ വീഴ്ചകൾ വെച്ച്, നിന്റെ ബലഹീനതകൾ വെച്ച ശത്രു പലപ്പോഴും ദൈവത്തോട് വാദിച്ചതിനെ തടഞ്ഞു. പക്ഷെ ഇന്നു പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഇനി അവന് വാദിക്കാൻ കഴിയാത്ത വിധം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇനി അവന് നിന്നോട് വാദിക്കാൻ കഴിയാത്ത വിധം ഇനി ദൈവത്തോട് പിശാചിന് നിന്റെ വിഷയത്തിനകത്ത് മറുപടി നൽകി കൊടുക്കരുതെന്ന് പറയാൻ, വാദിക്കാൻ കഴിയാത്ത വിധം ദൈവം ചില ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ഇതുവരെ പല വാദങ്ങളും ഉയർത്തി പിശാച് തടഞ്ഞ ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ഈ പകൽ വിടുതലയ്ക്കാൻ പോകുന്നു. ശത്രു നിന്റെ നോക്കി പറഞ്ഞു, ഇനി അവൻ ആ വിടുതൽ കൊടുക്കരുത്, ഇനി അവൻ ആ അനുഗ്രഹത്തിനകത്തേക്ക് കയറ്റാൻ അവൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ശത്രു പലപ്പോഴും തടഞ്ഞു. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്, തടഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, വ്യക്തമായി എന്നോട് പറയുന്നു, പിശാച് ഇതുവരെ തടഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത് ദൈവം മറുപടി അയക്കാൻ പോവുകയാണ്. ആമേൻ. ഇനി ആ വിഷയത്തിന് മറുപടി ഇല്ലെന്ന് നീ ചിന്തിച്ചു, പക്ഷെ ഇനി ആ വിഷയത്തിനകത്ത് ഒരു വിടുതലില്ലെന്ന് നീ ചിന്തിച്ചു. പക്ഷെ അത് നിന്റെ ചിന്തയാണ്. മറുപടിയെ പിശാച് എവിടെയോ തടഞ്ഞതാണ്. ഇന്നു പകൽ തടഞ്ഞു വെച്ച ചില പ്രാർത്ഥനയുടെ മറുപടികളെ ഇന്നു പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ഉപേക്ഷിച്ച ചില വിഷയങ്ങൾ, ഇനി വിടുതൽ ഉണ്ടാകത്തില്ല, ഇനി ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് ഉണ്ടാകത്തില്ല എന്നു പറഞ്ഞ നീ ഉപേക്ഷിച്ച ചില വിഷയങ്ങൾ, ഇന്നു പകൽ നീ ഉപേക്ഷിച്ച വിഷയത്തിന് പിശാച് എവിടെ അതിന്റെ മറുപടിയെ തടഞ്ഞതാണ്. ഇന്നു പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, തടഞ്ഞ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ ആത്മാവ് ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നിന്റെ വീട് തുറക്കുകയാണ്. നിന്റെ ആ പ്രാർത്ഥനകൾ, നിന്റെ ആ ആരാധനകൾ, നിന്റെ ആ സ്തുതികൾ അത് വെറുതെ ആകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ ആരാധിച്ചതും നീ പ്രാർത്ഥിച്ചതും നീ സ്തുതിച്ചതും അവൻ പിശാചിനോടല്ല, മറിച്ച് ദൈവത്തോടാണ്. രാമേൻ പറഞ്ഞ ആമേൻ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയാൻ പിശാചിന് കഴിയുക. അങ്ങനെ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നു പകലിൽ ദൈവം അതിനകത്ത് വിടുതൽ നൽകാൻ പോകും. നാം വായിച്ച സങ്കീർത്തനം ഇങ്ങനെയാണ്. ദാവീദിന്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 40-ാം സങ്കീർത്തനം. അതിന്റെ അകത്ത് ദാവീദ് എഴുതിയിരിക്കുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. രാമൻ പറഞ്ഞാട്ടെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഒരു കാര്യം ഉറപ്പാണ്, ദാവീദ് കാത്തിരുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അവൻ ഒരു കാര്യം അതിനകത്ത് ഉറപ്പാ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്,
ദാവീദ് ദൈവസന്നിധി കാത്തിരുന്നു. രാമൻ പറഞ്ഞു കാത്തിരുന്നത് വെറുതെ അല്ല. അടുത്ത വാക്യം പറയുകയാണ്, അവൻ എങ്കിലേക്ക് ചാഞ്ഞ എന്റെ നിലവിളി കേട്ടു. കാത്തിരുന്നത് വെറുതെ അല്ല, കാത്തിരുന്നത് ഒരു നിലവിളിയോടുകൂടാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. വെറുതെ കാത്തിരിക്കുകയല്ല, വെറുതെ ദൈവത്തെ ആരാധിക്കുകയല്ല, വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ഒരു നിലവിളിയോടുകൂടെയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു നിലവിളിയോട്, ഒരു പ്രാർത്ഥനയോടുകൂടെ, ഒരു നിലവിളിയോടുകൂടെ, ഒരു സ്തുതിയോടുകൂടെ നീ ദൈവസന്നിധി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധി കാത്തിരിക്കാൻ, അല്ലെങ്കിൽ നിലവിളിയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ ആമേൻ, അടുത്ത വാക്ക് ദാവീദ് പറയുകയാണ്, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ആമേൻ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ആമേൻ, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, നിന്റെ സ്തുതി അത് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ ഇതുവരെ നിന്നിലേക്ക് തിരിയാത്ത അവന്റെ മുഖം നിനക്ക് അനുകൂലമായി തിരിയും. ആമേൻ പറയും. ആമേൻ. ആ ദാവീദിന്റെ പറഞ്ഞ വാക്കിനകത്ത് നമുക്ക് വളരെ വ്യക്തമാണ്, അതുവരെ ദൈവം ദാവീദിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിന്റെ അകത്ത് അവൻ പ്രാർത്ഥിച്ചോ, ഏത് വിഷയത്തിന്റെ അകത്ത് അവൻ നിലവിളിച്ചോ, ആ വിഷയത്തിന്റെ അകത്ത് ഇതുവരെ ദൈവം അവനിലേക്ക് തിരിഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ ഇതുവരെ അവനിലേക്ക് തിരിയാത്ത ദൈവം ദാവീദിലേക്ക് തിരിഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിനെ ദൂത് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ നിന്നിലേക്ക് തിരിക്കാൻ കഴിയും. നിന്റെ നിലവിളിക്ക് ദൈവത്തിന് നിന്നിലേക്ക് തിരിക്കാൻ കഴിയും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ദാവീദ് നിലവിളിച്ചപ്പോ, ആ നിലവിളി സ്വർഗം കേട്ടപ്പോ അടുത്ത വാക്ക് പറയുകയാണ് ദാവീദ്, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അതിനർത്ഥം അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത് സ്വർഗം മുഴുവൻ പ്രാർത്ഥിച്ചവരിലേക്ക് തിരിഞ്ഞു. ഇന്നും പകലിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നിന്റെ ആരാധനയ്ക്ക് തിരിയുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക്, നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നിലേക്ക് തിരിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ദാവീദ് നിലവിളിച്ചപ്പോൾ ദൈവം ആരിലേക്ക് തിരിഞ്ഞു? ദാവീദിലേക്ക് തിരിയാനാണ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ അല്ലെങ്കിൽ ദൈവത്തെ നിന്നിലേക്ക് തിരിക്കാൻ കഴിയും. ഇതുവരെ മറുപടി ഇല്ലാത്ത വിഷയത്തിന്റെ അകത്താണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ ആ പ്രാർത്ഥനാ വിഷയത്തിന്റെ മുൻപിൽ സ്വർഗം നിനക്ക് അനുകൂലമായി തിരിയാൻ പോകും. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് അതുപോലെ വിശ്വസിക്കുന്നു? അടുത്ത വാക്ക് ദാവീദ് പറയുകയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുലഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. രാമൻ പറഞ്ഞ നാശകരമായ കുഴിയിൽ നിന്ന്. സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ വെളിപ്പാടുകളൊന്നും അല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിൽ കർത്താവിനോട് ഇടപെട്ടൊരു ദാവീദ് പറയുകയാണ്, നാശകരമായ കുഴിയിൽ നിന്ന്, കുലഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. നീ കാത്തിരുന്നു എന്നുള്ളത് സത്യമാണ്, നിലവിളിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ സാഹചര്യവും സാധ്യതകളും ദാവീദിന് അനുകൂലമല്ലായിരുന്നു. കാത്തിരുന്നു എന്നുള്ളത് സത്യമാണ്, നിലവിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു, ഇത് രണ്ടും സത്യമാണ്. പക്ഷെ അടുത്ത വാക്ക് ദാവീദ് പറയുകയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അപ്പൊ നിലവിളിച്ചതും കാത്തിരുന്നതും നാശകരമായ കുഴിക്കകത്ത് കിടന്നു. ഇത് പിടികിട്ടി. പ്രാർത്ഥിച്ചത് ശരിയാണ്, ആരാധിച്ചത് ശരിയാണ്, സ്തുതിച്ചത് ശരിയാണ്. പക്ഷെ ഇത് മൂന്നും സംഭവിച്ചത് നാശകരമായ കുഴിക്കകത്തും കുലഞ്ഞ ചേറ്റിനകത്തും.
രാമൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സ്തുതിക്കാനോ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിനകത്താണ് ദൈവത്തെ ദാവീദ് കാത്തിരുന്നതും ദൈവത്തെ ദാവീദ് സ്തുതിച്ചതും ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ചതും. ദാവീദ് പ്രാർത്ഥിച്ചതും ദാവീദ് ആരാധിച്ചതും ദാവീദ് സ്തുതിച്ചതും അനുകൂലമായ ഒരു സാഹചര്യത്തിനകത്തല്ല. ആമേൻ ആമേൻ. സാഹചര്യങ്ങളും സാധ്യതകളും ആമേൻ അന്തരീക്ഷങ്ങളും അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല ദാവീദ് ദൈവത്തെ കാത്തിരുന്നു. അതിന്റെ കൂടെ ഉണ്ടോ? ദാവീദ് ദൈവത്തോട് നിലവിളിച്ചത് അനുകൂലമായ ഒരു സാഹചര്യത്തിനകത്ത് നിന്നല്ല, നാശകരമായ കുഴിക്കകത്ത് കിടന്നാണ്. ആ കുഴിയുടെ പ്രത്യേകത ഈ കുഴിക്കകത്ത് നാശമല്ലാതെ മറ്റൊന്നുമില്ല. ആമേൻ. മനസ്സിലാകുമോ? ഹല്ലേലൂയ. സാധ്യതകളും സാഹചര്യങ്ങളും അനുവദിക്കാത്ത ഇടത്ത് കിടന്നാണ് ദാവീദ് ദൈവത്തെ സ്തുതിച്ചത്. രാമൻ പറഞ്ഞു. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് സാഹചര്യങ്ങളും സാധ്യതകളും അന്തരീക്ഷങ്ങളും തനിക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്ന സമയത്താണ്. പുതിയ നിയമത്തിനകത്ത് ഒരു പുരോഹിതൻ, പേര് സക്കറിയാവെന്നാണ്. ആമേൻ. അബിയാക്കൂറിന്റെ ക്രമപ്രകാരം ഒരിക്കൽ തനിക്ക് നറുക്ക് വീഴുകയാണ്. വിശുദ്ധ മന്ദിരത്തിൽ കയറി എന്ത് ചെയ്യാൻ? ധൂപം കാട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? നറുക്ക് വീണു. അവൻ നിങ്ങൾ കണ്ടേ, ഇന്നുവരെ അവൻ 400 വർഷം ദൈവം ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു വ്യക്തിയോടും ആരും സംസാരിക്കുന്നില്ല, ദൈവം സംസാരിക്കുന്നു. ആമേൻ. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയ്ക്ക് ഒരു 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇരുണ്ട കാലഘട്ടം. ഈ ഇരുണ്ട കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഈ സമയത്ത് ദൈവം ഭൂമിയിൽ ഒരു പുരോഹിതന്മാരോടോ ഒരു പ്രവാചകന്മാരോടോ ഒരു മനുഷ്യരോടോ ദൈവം എന്ത് ചെയ്തില്ല? സംസാരിക്കുന്നു. ദൈവം ഇടപെടുന്നില്ല. ആ കാലഘട്ടത്തിൽ ദൈവസന്നിധി ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവനായിരുന്നു സക്കറിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ. ദൈവം ഒരു മനുഷ്യനോട് സംസാരിക്കാതിരിക്കുന്ന സമയത്തും സക്കറിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. രാമൻ പറഞ്ഞു. സക്കറിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ആമേൻ. അങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്ന സക്കറിയാവിന് ഒരു ദിവസം കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ കയറി, വിശുദ്ധ മന്ദിരത്തിൽ കയറി ധൂപം കാട്ടാൻ നറുക്കു വീണു. രാമൻ പറഞ്ഞു. നറുക്കു വീഴുമ്പോൾ അവൻ തന്റെ പ്രാർത്ഥനകൾക്ക് നാളുകളായി താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഇന്നുവരെ ഒരു മറുപടി അവന് വെളിപ്പെട്ടിട്ടില്ല. ഇന്നുവരെ അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്ത് ഇന്നുവരെ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിട്ടില്ല. ആമേൻ. സക്കറിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് ബൈബിൾ പറയുന്നത്, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരായിരുന്നു. രാമൻ പറഞ്ഞ എങ്ങനെയുള്ളവരായിരുന്നു? നീതിയുള്ളവരായിരുന്നു. മനുഷ്യന്റെ മുൻപിലല്ല, ദൈവസന്നിധിയിൽ. രാമൻ പറഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. ആമേൻ. 2, സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല വചനങ്ങളും ദൈവം പറഞ്ഞ സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരായിരുന്നു. ആര്? സക്കറിയാവും എലിസബത്തും, സക്കറിയാവിന്റെ കുടുംബവും. അങ്ങനെയുള്ള ഒരുവന്റെ വിഷയത്തിന്റെ അകത്ത് ഇന്നു വരെ എന്ത് ചെയ്തിട്ടില്ല? മറുപടി വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ദൈവത്തോട് പിണങ്ങാറുണ്ട്. ഈ വിഷയത്തിന്റെ അകത്ത് മറുപടി കിട്ടാത്തതുകൊണ്ട്, ഈ വിഷയത്തിന്റെ അകത്ത് ദൈവം നമ്മളോട് സംസാരിക്കാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ദൈവത്തോട് പിണങ്ങാറുണ്ട്. പക്ഷെ നാളുകളായി ഒരുവന്റെ വിഷയത്തിന്റെ അകത്ത് ഇന്നുവരെ ദൈവിക ചലനമില്ല, ഇന്നുവരെ ഒരു ദൈവിക മറുപടിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിന്റെ അകത്ത് സക്കറിയാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ മീതെ ധൂപം കാട്ടാൻ ഒരു നറുക്ക് വീണപ്പോൾ എന്റെ ചിന്തയാണ്, പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ടും മറുപടി കിട്ടാതിരിക്കുമ്പോഴും പലപ്പോഴും സക്കറിയാവ് ചിന്തിച്ചു കാണും, ഈ വട്ടം എനിക്ക് നറുക്ക് വീഴരുത്. സക്കറിയാവ് പലപ്പോഴും ചിന്തിച്ചു കാണും, ഇതിനു മുൻപ് നറുക്കിട്ട സമയത്തെല്ലാം സക്കറിയാവ് ഉള്ളം കൊണ്ട് പറഞ്ഞു കാണും, ദൈവമേ ഇന്ന് എനിക്ക് എന്ത് ചെയ്യരുത്? നറുക്ക് വീഴരുത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. അവൻ സാഹചര്യങ്ങളും സാധ്യതകളും കണ്ട
നീ പലതും പറഞ്ഞ് പിൻപോട്ട് മാറുമ്പോഴും എന്തോ ഒന്ന് നിന്റെ മുന്നിലേക്ക് തള്ളുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേലെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. പല വിഷയത്തിനും മറുപടി കിട്ടാത്തപ്പോൾ, പല പ്രാർത്ഥനയ്ക്കും ദൈവം ഇതുവരെ സംസാരിക്കാത്തപ്പോൾ പലപ്പോഴും നമ്മൾ പറയും ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് മിണ്ടുന്നില്ല, ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇതിനകത്തുണ്ടോ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഉപവസിക്കുന്നില്ല. ഈ പേരും പറഞ്ഞ് വീട്ടുപ്രാർത്ഥന പോലും മാറ്റിവെച്ചവരുണ്ട്. ആമേൻ, രാമേൻ പറഞ്ഞ കാരണം എന്താണ്? പ്രാർത്ഥനകളുടെ മറുപടി ഇല്ല. പക്ഷെ ചിലര് വേറൊരു കൂട്ടവും എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥന നിങ്ങൾക്ക് ഓടിക്കയറുന്നു. അവൻ ഉപവാസം എന്ന് കേൾക്കുമ്പോഴേ റെഡിയാകുന്ന ഒരു കൂട്ടമുണ്ട്. ഇന്നും പകൽ അവരോടാണ് ആത്മാവ് പറയുന്നത്. പല പ്രാർത്ഥനയുടെ വിഷയത്തിനും മറുപടി ഇല്ലാതിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് പോകാൻ, യോഗത്തിന് കൂടാൻ, ഉപവാസം എടുക്കാൻ നിന്നെ എന്തോ ഒന്ന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേലെ ദൈവിക പദ്ധതിയുണ്ട്, നിന്റെ മേലെ ദൈവിക ഉദ്ദേശമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ആര്? സക്കറിയാവ്. ധൂപം കാട്ടാൻ തനിക്ക് നറുക്ക് വീണപ്പോൾ, ആമേൻ, ധൂപം കാട്ടാൻ തന്റെ മേലൊരു വിളി വന്നപ്പോൾ, ആമേൻ, സക്കറിയാവിന് വേണമെങ്കിൽ പറയാം എന്റെ വിഷയത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ധൂപം കാട്ടാൻ ശുശ്രൂഷകൾക്കായിട്ട് കയറുന്നില്ല. രാമൻ പറഞ്ഞാണ്. ആമേൻ. എന്റെ മേൽ ദൈവം ഇതുവരെ പ്രവർത്തിക്കാത്തത് കൊണ്ട്, എന്നോട് ദൈവം ഇതുവരെ സംസാരിക്കാത്തത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ധൂപം കാട്ടാൻ കയറുന്നില്ല എന്ന് സക്കറിയാവിന് വേണമെങ്കിൽ പറയാം. എന്റെ കൂടെ ഉണ്ടോ? പക്ഷെ നറുക്ക് വീണപ്പോൾ ഒരു വാക്കുപോലും പിറുപിറുക്കാതെ, ആമേൻ, സക്കറിയാവിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, ഒത്തിരി പേരുടെ വിഷയത്തിന്റെ മറുപടി പലരും ആ ആലയത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പലരും പുരോഹിതനായ സക്കറിയാവിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞങ്ങളുടെ ഇന്ന വിഷയത്തിന് എന്ത് ചെയ്തു, വിടുതൽ കിട്ടി, ഞങ്ങളുടെ ഇന്ന വിഷയത്തിന്റെ അകത്ത് ദൈവം എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോഴും തന്റെ അകത്തൊരു പ്രാർത്ഥനയ്ക്കകത്ത് ഇതുവരെ ഒരു ചലനമില്ല. വിഷയത്തിന് മറുപടി ഇല്ലാതിരിക്കുമ്പോഴാണ് നറുക്ക് വീഴുന്നത്. വേണമെങ്കിൽ സക്കറിയാവിന് പറയാം, ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്നില്ല, എന്റെ വിഷയത്തിന് മറുപടി കിട്ടാതെ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ദൈവത്തെ ശുശ്രൂഷിക്കാൻ കയറത്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കാൻ തയ്യാറ് ആകത്തില്ല, എന്റെ വിഷയത്തിന് വിടുതലില്ലാതെ ഞാൻ ഇനി സ്തോത്രകാഴ്ച കൊടുക്കുക. അങ്ങനെ രാമൻ പറഞ്ഞു, അങ്ങനെ കിട്ടിയിട്ട് കൊടുക്കാതിരിക്കരുത്, കൊടുത്താൽ നിനക്ക് കിട്ടും. നമ്മുടെ വലിയ വിഷയം അതാണ്. 10,000 രൂപ കിട്ടിയാൽ ഞാൻ 1000 രൂപ രാമൻ പറയാം. ഇവിടെ എന്ത് ചെയ്ത് മൊത്തം കിട്ടും. നമ്മുടെ വിഷയം കിട്ടിയിട്ടിടാനിരിക്കും, കിട്ടിയിട്ട് കൊടുക്കാനിരിക്കും. പക്ഷെ ഇന്ന് പറഞ്ഞ ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ കൊടുത്താൽ നിനക്ക് കിട്ടും. കൊടുത്താൽ എന്ത് ചെയ്യും, കിട്ടും. പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടാതിരിക്കുമ്പോൾ സക്കറിയാവിന്റെ മേലൊരു നിയോഗം വെളിപ്പെടുകയും ആ നിയോഗത്തിനകത്ത് അവൻ ദേവാലയത്തിനകത്ത് കയറാൻ തയ്യാറാണ്. അങ്ങനെ ആ സക്കറിയാവ് ദേവാലയത്തിൽ കയറാൻ തയ്യാറായപ്പോൾ ഇതുവരെ അവിടെ ഒരു പുരോഹിതന്മാരും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച സക്കറിയാവ് കണ്ടു. ഈ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതന്മാർ ധൂപം കാട്ടാൻ ഇന്ന് കയറുന്നതല്ല. ഇത് ക്രമപ്രകാരം കയറി വരുമ്പോൾ ഓരോരുത്തരായി മാറി മാറി എന്ത് ചെയ്യുകയാണ്, ധൂപം കാട്ടാൻ ദേവാലയത്തിൽ കയറുക. ഇങ്ങനെ മാറി മാറി കയറുന്ന കൂട്ടത്തിലാണ് ആര് കയറിയത്? സക്കറിയാവ് എന്ന് പറയുന്ന പുരോഹിതൻ കയറാനിടയായി. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ സക്കറിയാവ് ഒരു പുരോഹിതൻ കയറാൻ തയ്യാറായപ്പോൾ ഇതിനു മുൻപ് പലരും കയറിയിട്ടും കാണാത്തൊരു കാഴ്ച സക്കറിയാവ് അവിടെ കണ്ടു. രാമൻ പറഞ്ഞു.
ഇതിനു മുൻപ് പലരും ധൂപം കാട്ടാൻ കയറിയിട്ടും അവർക്കാർക്കും വെളിപ്പെടാത്തൊരു ദൂതൻ സക്കറിയാവിന് വേണ്ടി അവിടെ ഇറങ്ങി. ഇന്നു പകൽ ഞാൻ ആത്മാവിൽ ഈ ജനത്തിലൊക്കെ പ്രവചിച്ചു പറയുകയാണ്, പ്രാർത്ഥനയിലെ മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ പുറകോട്ട് മാറിയിരിക്കാതെ ഇന്നു പകൽ നീ മുന്നോട്ട് കയറിയ, ഇന്നു പകൽ നീ മുൻപോട്ട് കയറിയ, ഇന്നു പകൽ ആരും കാണാത്ത ചിലത നീ കാണാനിടയാകും. ആരും കാണാത്ത ചിലത ഇതൊക്കെ മുൻപിൽ തുറക്കും. എൻകൗണ്ടറിനകത്ത് സക്കറിയാവെ നിനക്കുള്ള പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്. ദൂതൻ പറയുകയാണ്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തായി? ഉത്തരവായി. നിങ്ങൾ കണ്ടേ, ഇതുവരെ സക്കറിയാവ് പ്രാർത്ഥിച്ചിട്ട ഇന്നുവരെ ദൈവം സക്കറിയാവിനോട് മിണ്ടിയിട്ടില്ല. ഇന്നുവരെ തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദൂത് ആര് കേട്ടിട്ടില്ല? സക്കറിയാവ് കേട്ടിട്ടില്ല. രാമൻ പറഞ്ഞാട്ടെ, ഇന്നുവരെ ഇവൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ അകത്ത് ഒരു ദൈവിക ഇടപെടൽ പോലും സംഭവിച്ചിട്ടില്ല. 400 വർഷം ദൈവം മിണ്ടാതിരിക്കുന്നു. അവൻ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ അകത്ത് ദൈവിക മറുപടി ഇതുവരെ ഇല്ലാതെ പ്രാർത്ഥിച്ച സക്കറിയാവിനെ ദൈവം മറന്നില്ല. രാമൻ പറഞ്ഞു, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, കാലങ്ങളായി മറുപടിയില്ലാത്ത വിഷയത്തിന്റെ അകത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്നു പകൽ നിന്നെ മറന്ന് കളയാത്ത ഒരു ദൈവം ഉണ്ട്. സക്കറിയാവിനോട് ദൂതൻ പറയുക, സക്കറിയാവെ ഭയപ്പെടേണ്ട. ദൈവം 400 വർഷത്തിനകത്ത് ആ ഇടവേള കഴിഞ്ഞ് ദൈവം ഭൂമിയിൽ സംസാരിക്കുമ്പോൾ ആദ്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ തുറക്കുന്ന വാക്ക് സക്കറിയാവ് എന്നുള്ള പേരാണ്. രാമൻ പറഞ്ഞു, അവന്റെ വിഷയത്തിന്റെ അകത്താണ് ദൈവിക ഇടപെടൽ ആദ്യം സംഭവിക്കുന്നത്. ഇന്നു പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, കാലഘട്ടങ്ങളായി മറുപടിയില്ലാത്ത ചില വിഷയത്തിന്റെ അകത്ത് ഇന്നു പകൽ മറ്റാരുടെ വിഷയത്തെക്കാളും മുൻപിൽ ദൈവം നിന്റെ വിഷയത്തിനകത്ത് ഇടപെടുന്ന പകലാണ്. ഇന്നു പകൽ എത്ര പേർ വിശ്വസിച്ച ദൈവത്തെ സ്തുതിച്ചു. സാഹചര്യങ്ങളും സാധ്യതകളും അനുകൂലമല്ലാത്ത ഇടത്ത് വിഷയത്തിന് മറുപടി കിട്ടാതിരുന്ന സമയത്ത് സക്കറിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥനയിൽ നിൽക്കാൻ തയ്യാറായത്. ദൈവം അവനെ മറന്നു കളഞ്ഞില്ല. ദൈവം അവന്റെ വിഷയത്തിനകത്ത് മറുപടികളെ അയച്ചു. ദൈവം അവന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവ പ്രവൃത്തിയെ അയച്ചു. സക്കറിയാവിനോട് ദൈവം പറഞ്ഞ വാക്കാണ്, നീ സന്തോഷവും ആനന്ദവും അനുഭവിക്കും. രാമൻ പറഞ്ഞാട്ടെ, അതിന്റെ അർത്ഥം ഇന്നുവരെ സക്കറിയാവിന്റെ ജീവിതത്തിനകത്ത് എന്തില്ലായിരുന്നു? സന്തോഷവും ആനന്ദവും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം പറയാണ്, മറുപടി വെളിപ്പെടുമ്പോൾ ദൈവം പറയുകയാണ്, ഇന്നുവരെ നീ അനുഭവിക്കാത്ത ചില ദൈവിക സന്തോഷം, ഇന്നുവരെ നീ അനുഭവിക്കാത്ത ചില ദൈവിക സമാധാനം ഇന്ന് പകൽ നിന്റെ വീട് ദൈവം തുറക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് നീ പ്രാർത്ഥിക്കാനിരിക്കുന്നു. സാഹചര്യങ്ങളും സാധ്യതകളും അനുകൂലമായിട്ട് നീ കൊടുക്കാൻ നിൽക്കരുത്. സാഹചര്യങ്ങളും സാധ്യതകളും അനുകൂലമായിട്ട് നീ ദൈവത്തെ സ്തുതിക്കാൻ നിൽക്കരുത്. അത് നടക്കത്തില്ല. പക്ഷെ സാധ്യതകൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായാൽ, ഇന്നു മുതൽ ആത്മാവ് പറയുകയാണ്, അവൻ നിന്നെ നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ കയറ്റും. രാമൻ പറഞ്ഞാണ്. അടുത്ത വാക്കാണ്, അവൻ ദാവീദ് പറയണം, എന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി. അടുത്ത വാക്ക്, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. ഇന്നു പകലിൽ സാധ്യതകളും സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഭവനവും വീടും അവൻ സഹോദരങ്ങളും സകലരും നിനക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ, നിനക്ക് വിരോധമായി സകലരും ചലിക്കുമ്പോൾ, അവിടെ നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, അവിടെ നീ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, നിന്റെ കാര്യങ്ങൾ
ദേവാലയത്തിൽ പോയത് ശമൂവേലിനെ കിട്ടിക്കഴിഞ്ഞല്ല. ആമേൻ. പെനീന കുത്തുമ്പോഴും, സങ്കടം അനുഭവിക്കുമ്പോഴും, പട്ടിണി കിടക്കുമ്പോഴും, കഷ്ടത അനുഭവിക്കുമ്പോഴും ആമേൻ ഹന്ന ദേവാലയത്തിലേക്ക് ആണ്ടുതോറും പോയി. രാമൻ പറഞ്ഞാട്ടെ, സാധ്യതകൾ ഇല്ലാത്ത സമയത്ത് നീ ദൈവത്തെ ആരാധിക്കണം. സാഹചര്യങ്ങൾ നിന്നെ അനുവദിക്കാത്ത സമയത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. ഒരുപാട് ശൂന്യതകൾ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ നീ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അത് കഷ്ടതയാണെങ്കിലും, പട്ടിണിയാണെങ്കിലും, പ്രതികൂലമാണെങ്കിലും, പ്രതിസന്ധിയാണെങ്കിലും, സന്തോഷമാണെങ്കിലും, ആനന്ദമാണെങ്കിലും, സമ്പത്താണെങ്കിലും, എല്ലാ കാലത്തും ഞാൻ യഹോവയെ സ്തുതിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ ഒരു തീരുമാനത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ നിന്റെ സാഹചര്യങ്ങൾ ദൈവത്തോടുള്ള നിന്റെ ആരാധനയെ തടയരുത്. ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥനയെ, നിന്റെ അന്തരീക്ഷങ്ങൾ തടയരുത്. ഇന്ന് പകൽ ആരാധനെതിരെ പ്രാർത്ഥിച്ച് കയറുന്നോ അവന്റെ ദൈവിക വിടുതൽ സമ്മതിക്കാം. ആര് അന്തരീക്ഷത്തിനെതിരെ, അവൻ പ്രതികൂലങ്ങൾക്കെതിരെ, പ്രശ്നത്തിനെതിരെ ആര് പ്രാർത്ഥിച്ച് കയറുന്നോ അവന്റെ വീട് പ്രതികൂലങ്ങൾക്കെതിരെ നീന്തുന്നു, ആര് പ്രതികൂലങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു അവന്റെ മീതെയാണ് ജയം വെളിപ്പെടുന്നത്. രാമൻ പറഞ്ഞാൽ അന്തരീക്ഷങ്ങളും വീടും കുടുംബവും അപ്പനും അമ്മയും സഹോദരങ്ങളും ദേശവും അനുകൂലമായി നിൽക്കുമ്പോൾ അല്ലെന്ന, അവര് വിരോധമായി നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച് കയറാൻ തയ്യാറാകും. രാമൻ പറഞ്ഞാൽ ഇന്നു പകൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ മീതെയാണ് ദൈവിക ജയം വെളിപ്പെടുന്നത്. അങ്ങനെ ചലിക്കുന്നവന്റെ മീതെയാണ് ദൈവിക കരമിറങ്ങുന്നത്. ഇന്നു പകൽ അവനിലേക്കാണ് ദൈവം തിരിയുന്നത്. ഇന്നു പകൽ അവന്റെ കാലുകളെയാണ് ദൈവം ഉറപ്പിക്കുന്നത്. ഇന്നു പകൽ അങ്ങനെയുള്ളവരുടെ ഗമനത്തെയാണ് ദൈവം സ്ഥിരമാക്കുന്നത്. ഇന്നു പകൽ എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. പ്രശ്നങ്ങൾക്കെതിരെ, പ്രതികൂലങ്ങൾക്കെതിരെ, വിഷയങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ച് കയറാൻ ഒരു കൃപ ഇന്ന് പകൽ അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പ്രശ്നങ്ങൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട്, വിഷയങ്ങൾ കണ്ട് പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നവരാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകളെ മാറ്റിവെക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ ആരാധിക്കാതിരിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? പ്രശ്നങ്ങൾ വെളിപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ വെളിപ്പെടുമ്പോൾ, വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വിഷയത്തെ കണ്ട് പിന്നോട്ട് മാറാതെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ഒരു കൃപ എന്റെ മേൽ കൈമാറണം. ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ദൈവം അങ്ങനെ ഒരു കൃപയെ ആത്മാവിനകത്ത് ചിലരുടെ മീതെ തുറക്കുകയാണ്. പ്രതികൂലത്തെ പ്രാർത്ഥിച്ചു പൊട്ടിക്കുന്ന, പ്രശ്നങ്ങളെ പ്രാർത്ഥിച്ച് ജയിക്കുന്ന, വിഷയങ്ങളെ ആരാധിച്ച് ജയിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം ഇതിനകത്ത് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒരു കൃപ എന്റെ മേൽ പകരണം. ശത്രു എത്ര ശക്തിയുള്ളവനായി എനിക്ക് നേരെ കയറി വന്നാലും ആ ശത്രുവിനെതിരെ പോരാടാൻ ഒരു കൃപ. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്റെ മേൽ വന്നാലും ആ വിഷയത്തിനെതിരെ പ്രാർത്ഥിക്കാൻ ഒരു കൃപ ഇന്നു പകൽ എന്റെ വീരെ കൈമാറണമെന്ന് എത്ര പേര് ഇന്നു പകൽ ആഗ്രഹിക്കുന്നു? ഇന്ന് പകൽ കർത്താവ് അതിനകത്ത് പകരുക, കർത്താവ് അതിനകത്ത് തുറക്കുക, ഇതിനകത്ത് ചിലരെ ജയിക്കുന്ന ഒരു കൃപ പരിശുദ്ധാത്മാവ് ഈ പകൽ അയക്കുകയാണ്. ചില രോഗങ്ങളെ പ്രാർത്ഥിച്ച് ജയിക്കുന്ന ഒരു അഭിഷേകം, ചില ശാരീരിക ബുദ്ധിമുട്ടുകളെ പാസ്റ്റർമാരുടെ സഹായമില്ലാതെ, മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ പ്രാർത്ഥിച്ച് ജയിക്കുന്ന ഒരു അഭിഷേകം
ജനത്തെ അനുഗ്രഹിച്ചു ബ്ലസ് ചെയ്യും. ഈ വചനത്തിന്റെ ശക്തി അതുപോലെ ജനത്തിന്റെ വികസനം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.